എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വീട്ടിലുള്ള 3 ചേരുവ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിരുന്നുകാർ വരുമ്പോഴോ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ 2 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റിയും ക്രഞ്ചിയുമായിട്ടൊരു സ്വീറ്റ് റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിലൂടെ കണ്ടു നോക്കാമേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാമേ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് പപ്പടമാണ്. അപ്പോൾ ഞാൻ ഒരു 6-7 പീസ് പപ്പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് തേങ്ങാ ചിരവിയതാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുത്തു. ഇതിന് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വയ്ക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ പപ്പടം എടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇവിടെ മൈദയും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് സൈഡിലൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിലും ഒട്ടിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഈ ഒരു സ്നാക്സ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഫില്ലിംഗ് ഒന്നും പൊട്ടി വെളി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ ഒരു കാര്യം മാത്രം നമ്മളിതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പപ്പടം കാച്ചുന്ന ആ ഒരു ടൈം മാത്രം മതി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. 2 സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതിയേ. അപ്പോൾ 2 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടൊരു സ്നാക്സാണ്. അപ്പോൾ 4 മണിക്ക് ചായയുടെ കൂടെയോ അല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോഴോ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള 3 ചേരുവ മാത്രമേ നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനമല്ല ഈ പപ്പടവും പഞ്ചസാരയും തേങ്ങയും ഒക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.